ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും വളരെയധികം വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ആൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാർട്ട്ണർ ആയിക്കോട്ടെ, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കാമുകന്മാരായിക്കോട്ടെ, ഇവരാണെങ്കിലും ഒക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള വ്യക്തികൾ കൂടെ ഉണ്ടാകുന്ന സമയത്ത്, അഥവാ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ചുറ്റും ആളുകളുള്ള സമയത്ത് ആ വ്യക്തിയെ വല്ലാണ്ട് ടീസ് ചെയ്യാതിരിക്കുക, കളിയാക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയും അതൊക്കെ ഒരു രസമാണ്, അല്ലെങ്കിൽ ഫണ്ണായിട്ട് എടുക്കാം, ഇതൊക്കെ ഇപ്പം എത്ര വലിയ പ്രശ്നമാണോ എന്ന് ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും തോന്നാം. ചിലപ്പോൾ മേ ബി നിങ്ങൾക്കത് പ്രശ്നമായിരിക്കില്ല. പക്ഷേ എനിക്ക് വരുന്ന ഓരോ കേസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് പലപ്പോഴും ഓരോരുത്തർ പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം എന്നെ ആളുകൾക്കിടയിൽ വെച്ചിട്ട് എന്നെ ടീസ് ചെയ്യും, കളിയാക്കും, ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്നുള്ള രീതിയിൽ മുദ്ര കുത്തും, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ വരാറുണ്ട്. അതുപോലെ തന്നെ അവൾ അങ്ങനെയാണ്, അവൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ ആളുകളോട് പോയി പറയും, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ കുറവുകൾ പറയും, അത് കഴിവില്ല, ഇത് കഴിവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള വ്യക്തികൾക്ക് മുമ്പിൽ അത് പറയുന്ന സമയത്ത് എനിക്കത് ഇൻസൾട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനും മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പറയണം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ള വ്യക്തികൾ ചുറ്റും ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കാമുകി അല്ലെങ്കിൽ കാമുകൻ, ആ വ്യക്തിയെക്കുറിച്ച് വല്ലാണ്ട് ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ടഡ് ആവുന്ന രീതിയിലുള്ള ടോക്കുകൾ പബ്ലിക്കായിട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വേദന, നമുക്കത് വെറും ഒരു തമാശയായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വേദന വളരെയധികം വലുതായിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോക്ക് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന ഈ പോയിന്റുകൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി 2 പോയിന്റുകൾ കൂടി പറയാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആണ്. അഥവാ ചിലപ്പോൾ പ്രണയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സീക്രട്ടായിട്ട് ഉള്ള ഫോട്ടോസ് ആയിരിക്കാം, നാക്കഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കാം. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ബെഡ്റൂം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ആളുകൾ മെച്ചുവേർഡ് ആണ്, ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അധികം പോയി പെടാറില്ല. പക്ഷേ എങ്കിലും റെയർ ആയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പിണക്കം ഉണ്ടാകുന്ന സമയത്ത് വിട്ടു പോകുമോ, അല്ലെങ്കിൽ എന്നെ തനിച്ചാക്കി പോകുമോ എന്നുള്ള ഭയത്തിൻ്റെ പേരിലൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട്. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി അതല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ പോകണ്ട, അല്ലെങ്കിൽ എന്നെ ചതിച്ചിട്ട് അവൻ അങ്ങനെ പോകണ്ട, അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും. ചില ആളുകൾക്ക് റിവെഞ്ച് വരാറുണ്ട്. അത് പല രീതിയിലാണ്. ഒന്ന്, അവൾ വേറെ പോകണ്ട എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിലാണെങ്കിലും എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എങ്കിലും, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം അത് ഞാൻ പുറത്തു വിടും, അല്ലെങ്കിൽ അത് ഞാൻ മറ്റുള്ള ആളുകളോട് പറയും, കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ചിലപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിലുള്ള ചെറിയൊരു പിണക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ മാറാവുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വരും, പറഞ്ഞ് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ
അത് അവർക്കുണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ചെയ്യരുത്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ത്വര ഉള്ളിൽ നിന്ന് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി അവർ ഒരുപാട് വിശ്വസിച്ച ഒരാൾ അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് വേദന ഉണ്ടാക്കും. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പ്രണയിച്ച് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരിക്കും, നല്ല കെയറിങ് ഉണ്ടായിരിക്കും. പിന്നീട് സ്വഭാവം കംപ്ലീറ്റ്ലി മാറുക. പിന്നെ നമ്മൾ ഓരോരോ പ്രോമിസൊക്കെ ചെയ്യുമല്ലോ, നേരത്തെ വരാം, അല്ലെങ്കിൽ ഇന്നത് മേടിച്ചു തരാം, അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ വായ കൊണ്ട് പറയുന്ന പ്രോമിസുകൾ അതൊരിക്കലും പാലിക്കാതിരിക്കുക. അത് ഇപ്പോൾ നമ്മളൊരു 10 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിലൊരു 8 കാര്യങ്ങൾ ചെയ്തു, 2 കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. പക്ഷേ ഈ 10 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു 3 കാര്യം പോലും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് പ്രണയിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളാണ്. അത് കപ്പിൾസ് ആണെങ്കിലും കാമുകന്മാരാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ പാലിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ പാലിക്കുക. അങ്ങനെ പാലിക്കുന്നത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം വേദന ഉണ്ടാക്കുന്നത്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണത്തില്ല. നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലത് കാണില്ല, ചീത്ത മാത്രം കണ്ട് അത് മാത്രം എടുത്തു പറയുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണറാണെങ്കിൽ, അല്ലെങ്കിൽ കാമുകിയാണെങ്കിൽ, കാമുകനാണെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, വളരെ വേദന ഉണ്ടാക്കും അവരുടെ മനസ്സിന്. അപ്പോൾ അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഈ നെഗറ്റീവ് മാത്രം കാണുക, അതിനെപ്പറ്റി മാത്രം സംസാരിക്കുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുക, അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അതിൻ്റെ കൂടെ നെഗറ്റീവ് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവ് മാത്രം കാണുമ്പോൾ അവർക്ക് ആ ജീവിതമേ മടുക്കും, ആ പ്രണയമേ മടുക്കും, ആ ലൈഫ് പാർട്ണർ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഹാപ്പിനെസ് ആണ് എന്ന് വരെ അവർ ചിന്തിച്ചേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സോളിനെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് പറഞ്ഞത്. ഈ 4 പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം, വിളിക്കാം. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.